നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന പദമാണ്. ആ വാക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ രണ്ട് പദങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും. ഒന്ന് കളക്റ്റീവ്, രണ്ട് ബാർഗെയിനിങ്. കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് പ്രോസസ് ആണ് അല്ലെ, എല്ലാവരും കൂടെ ചേർന്ന് വരുന്നതിനെയാണ് കളക്റ്റീവ് എന്ന് പറയുന്നത്. ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കിക്കുക എന്നോ നമ്മൾ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുക എന്നോ വിലപേശലുകൾ നടത്തുക എന്നോ ഒക്കെ ആ വാക്കിന്റെ അർത്ഥമുണ്ട്. അപ്പം ഒരു മേശപ്പുറത്ത് അപ്പുറവും ഇപ്പുറവും ആയിട്ട് കുറേയേറെ ആളുകൾ ചേർന്ന് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് പേര് ഇതിനകത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്നുണ്ടെങ്കിൽ രണ്ട് പേരുടെയും റെപ്രസെന്റേറ്റീവ്സ് ഒരു മേശപ്പുറത്ത് വരണം. അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടരിൽ നിന്നായിട്ടുള്ള തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ആത്യന്തികമായിട്ട് ഒരു തീരുമാനം എടുക്കുന്ന പ്രക്രിയയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പം കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് ഒരു വലിയ ശക്തിയുണ്ട്. അപ്പം നിങ്ങൾക്ക് പലപ്പോഴും അതറിയാവുന്ന ചില കാര്യങ്ങളാണ്. എന്താണെന്നറിയാവോ? പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചർ പറയാണ് ഈ വെള്ളിയാഴ്ച ദിവസം ഒരു പരീക്ഷയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ ക്ലാസ്സിലേക്ക് വെള്ളിയാഴ്ച ദിവസം ടീച്ചർ കടന്നു വരുമ്പോൾ ആ ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളോട് ചേർന്ന് പറയാണ്, ടീച്ചർ ഇന്ന് പരീക്ഷ മാറ്റിവെച്ചേ പറ്റുള്ളൂ, ഞങ്ങൾ പഠിച്ചില്ല, ടീച്ചർ ഞങ്ങൾക്ക് പഠിക്കാൻ സമയം തരണം. എല്ലാവരും കൂടെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടീച്ചർ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ പവർ. നേരെ മറിച്ച് ഒരാൾ മാത്രം, ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാത്രം പോയി പറയാണ്, ടീച്ചർ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ടീച്ചർ എന്ത് പറയും? നീ പഠിച്ചിട്ടില്ല, ഈ പഠിക്കണ്ടടാ എന്ന് പറയും അല്ലേ? അപ്പൊ അവിടെ ഒരു പവർ ഉണ്ടോ? ഇല്ല. നേരെ മറിച്ച് കളക്റ്റീവായിട്ട് വരുമ്പോൾ യു ഹാവ് ഗോട്ട് സം പവർ. നിങ്ങൾക്ക് ചില എനർജി ഉണ്ട്, പവർ ഉണ്ട്. അപ്പോൾ അതാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന പദത്തിന്റെ പ്രത്യേകതയും ആ എനർജിയും അത് തന്നെയാണ്. അപ്പൊ ഞാൻ അതിന് ഡെഫിനിഷൻ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ആക്ഷൻ ആണ്, ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ നെഗോസിയേഷൻ ആണ്, അഡ്ജസ്റ്റ്മെന്റുകളെയാണ്. അപ്പം എംപ്ലോയിയും എംപ്ലോയറും ചേർന്ന് ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് നമ്മൾ അതിനെ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. നമുക്കതാണല്ലോ പ്രധാനം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിലപാട് ആരെടുക്കാൻ പാടില്ല? എംപ്ലോയർ എടുക്കാൻ പാടില്ല. ഒരു എംപ്ലോയർ പറയാണ്, നാളെ മുതൽ എല്ലാവരുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കുകയാണ്, 200 രൂപയാണ് നാളെ മുതലുള്ള ശമ്പളം. അംഗീകരിക്കുമോ? അംഗീകരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കും? എംപ്ലോയീസ് എന്ത് സംഭവിക്കും? എംപ്ലോയീസ് നാളെ മുതൽ പണി മുടക്കാനായിട്ട് ശ്രമിക്കും, പണിയിൽ അലംഭാവം വരുത്താൻ ശ്രമിക്കും, നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പം അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യും? ഇത്തരത്തിലൊരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ആരെയും കൂടെ ആ തീരുമാനം എടുക്കുന്നതിന് ചർച്ച ചെയ്യാനായിട്ട് വിളിക്കണം, മേശപ്പുറത്തേക്ക് വിളിക്കണം. എംപ്ലോയീസിൽ നിന്ന് 3-4 പേരെയും കൂടെ വിളിക്കണം. അവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം, നമ്മുടെ സ്ഥാപനം നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നാളെ മുതൽ അതങ്ങനെ അല്പം ശമ്പളം വെട്ടിക്കുറച്ചില്ല എങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, സ്ഥാപനം അടഞ്ഞു പോകും. അപ്പം എംപ്ലോയീസ് നോർമലി പറയും ഞങ്ങൾ സമ്മതിക്കത്തില്ല. അപ്പൊ ഇദ്ദേഹം വീണ്ടും പറയും, എന്നാൽ ഒരല്പം കൂടെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാമോ, നമുക്കൊരു 250 ഒന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അപ്പൊ ഈ രീതിയിൽ എന്താ സംഭവിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ സംഘടിപ്പിച്ച് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടു കൂട്ടർക്ക് സമ്മതമായിട്ടാണ് ആ മേശപ്പുറത്തുനിന്ന് പോകുന്നത് അല്ലെ. ചിലയിടത്ത് ചർച്ചകൾ വിജയം കാണത്തില്ല എങ്കിൽ പോലും ഇരു കൂട്ടർക്കും ചിലപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും സമ്മതമായിട്ട് മാറുകയാണ് എങ്കിൽ രണ്ടു കൂട്ടരും അത് ടേക്കപ്പ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ പ്രത്യേകതകളാണ് ഇനിയും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അത് നോർമലി നമുക്കറിയാവുന്ന പോലെയുള്ള പ്രത്യേകതകളാണ്. അതൊരു ഗ്രൂപ്പ് പ്രോസസ്സാണ്, പല ആളുകൾ ഒരുമിച്ച് വരുന്നതാണ്. നെഗോസിയേഷൻസ് ഉണ്ട്. നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്കഷൻസ് ഉണ്ട്, കോംപ്രമൈസ് ഉണ്ട്, വിട്ടുവീഴ്ചകളുണ്ട്, ചർച്ചകളുണ്ട്, പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഫോർമലൈസ്ഡ് പ്രോസസ്. പലപ്പോഴും അംഗീകരിച്ചിട്ടുള്ള ഫോർമലായിട്ടുള്ള ഒരു മെത്തേഡാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ട്രേഡ് യൂണിയനുകളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ രാജ്യത്തിന്റെ അകത്ത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് സ്റ്റെപ്സ്. അപ്പം ഇതിലേക്ക് പല സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ അതൊരു പ്രോസസ് ആണെന്നാണ് നമ്മൾ അടുത്ത പോയിന്റിൽ നമ്മൾ കൊണ്ടുവരുന്നത്. പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ് സ്റ്റെപ്സ്. അല്ലാതെ നേരിട്ടൊരു തീരുമാനം എടുക്കുകയല്ല. ചിലപ്പോൾ 1ാം റൗണ്ട് ഡിസ്കഷൻ കാണും, ഇരു കൂട്ടരും സമ്മതമാണെന്ന് അറിയിക്കും, ചിലപ്പോൾ സമ്മതമല്ല എന്ന് പറയും, വീണ്ടും ചർച്ചകൾ കാണും. എത്രയോ ചർച്ചകൾ വീണ്ടും വീണ്ടും മേശപ്പുറങ്ങളിൽ വന്ന് ചേരുന്നുണ്ട് അല്ലേ. അപ്പം കളക്റ്റീവ് ബാർഗെയിനിങ് ഇറ്റ് ഇസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എന്നാണ് അതിന്റെ പ്രത്യേകത. ഫ്ലെക്സിബിൾ ആണ്, ചിലപ്പോൾ അത് സ്ഥിരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റത്തെ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ ബൈ പാർട്ടൈറ്റ് പ്രോസസ് എന്ന വാക്കാണ് കൊടുത്തിട്ടുള്ളത്. ബൈ പാർട്ടൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കൂട്ടരും
അല്ലാതെ രണ്ട് പേരെന്നല്ല, രണ്ട് കൂട്ടരുടെ അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്നുള്ള ആളുകളുടെ കാഴ്ചപ്പാട് അവിടെ വരുന്നുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ബൈ പാർട്ടൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, പ്രിപ്പറേഷൻ. ഇരു കൂട്ടരും അവരുടേതായ രീതിയിൽ പ്രിപ്പയർഡ് ആവണം അല്ലേ. എംപ്ലോയർ തീരുമാനിക്കും ഞാനൊരു 200-300 വരെയൊക്കെ പോകാൻ പറ്റും ശമ്പളം. മറ്റവർ പറയാണ്, അല്ലെങ്കിൽ അവരും അവരുടെ റൗണ്ടിൽ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ചർച്ച നടത്തിയിട്ട് അവർ തീരുമാനിക്കുന്നത് എന്താണ്, നമുക്കൊരു 400 അല്ല എങ്കിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. അവരവിടെ ഒരു ഇനിഷ്യലി പ്രിപ്പയർ ചെയ്തിട്ടാണ് ഡിസ്കഷന് വരുന്നത്. അതിനുശേഷം ഡിസ്കസ് ചെയ്യുന്നു, ഒരുമിച്ച് വരുന്നു. രണ്ട് കൂട്ടരും അവരുടേതായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒരാൾ പറയുന്നു 300 രൂപ ശമ്പളം തരാം, മറ്റേ ആൾ പറയുന്നു 400 രൂപ ഞങ്ങൾക്ക് വേണം. രണ്ടുപേരും പ്രപ്പോസൽ നടത്തുകയാണ്. ബാർഗെയിനിങ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. രണ്ടുപേരും വില വീശുന്നു. അല്ല എങ്കിൽ ഇങ്ങനെ സംഭവിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറും, അല്ല എങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. രണ്ടുപേരുടെയും ബാർഗെയിനുകളാണ് പ്രധാനം. ബാർഗെയിനിങ്ങിന്റെ പവർ അനുസരിച്ചിട്ടിരിക്കും എന്താണ് സെറ്റിൽമെന്റ്. മുതലാളി തീരുമാനിക്കുകയാണ് ഒരു രക്ഷയുമില്ല അവരെ കൊണ്ട്, അതുകൊണ്ട് തന്നെ 400 അങ്ങ് കൊടുത്തേക്കാം എന്ന് ചിലപ്പോൾ തീരുമാനിക്കപ്പെടുന്നു. അല്ലെങ്കിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് പോകാം, 350 വരാം എന്ന് തീരുമാനിക്കപ്പെടുന്നു. അത് എന്തിനെ ആശ്രയിച്ചിട്ടാണ് ആ തീരുമാനം എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ബാർഗെയിനിങ് പവർ ഓഫ് ദി സെക്ഷൻസ്. ഏത് സെക്ഷനാണോ ബാർഗെയിനിങ് പവർ കൂടുതലായിട്ടുള്ളത് അവർക്ക് അനുഭാവമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് രാജ്യം അല്ലെങ്കിൽ ആ ഒരു ചർച്ച പലപ്പോഴും പോകുന്നതായിട്ട് കാണുന്നത്. നമുക്ക് സിലബസിനകത്ത് കളക്റ്റീവ് ബാർഗെയിനിങ് ഇൻ ഇന്ത്യ എന്ന രീതിയിലേക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ പൊതുവെ എന്ത് സ്വഭാവമാണ് ഉള്ളതെന്നത്. ഒന്ന്, ബൈ പാർട്ടൈറ്റ് അഗ്രിമെന്റുകളാണ് സാധാരണ രീതിയിൽ ഇന്ത്യയിൽ നടക്കുന്നത്. എന്ന് വെച്ചാൽ ബൈ പാർട്ടൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് കൂട്ടരും വന്നിരുന്ന് സംസാരിക്കുന്നത് അംഗീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. ഇരു കൂട്ടരുടെയും പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ വന്ന് സംസാരിച്ചൊരു തീരുമാനങ്ങൾ എടുക്കും. രണ്ട്, സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രൈ പാർട്ടൈറ്റ് ഇൻ നേച്ചർ എന്നാണ്. എന്ന് വെച്ചാൽ രണ്ട് കൂട്ടർ മാത്രമല്ല, മൂന്നാമത് തീരുമാനം എടുക്കാൻ ഒരാളെയും കൂടി ഇരുത്തും. ഈ രണ്ട് കൂട്ടരും അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കും. അതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് ഒരാളെയും കൂടെ ഇരുത്തി മൂന്നാമത്തെ ഒരാളുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെയാണ് സെറ്റിൽമെന്റ്. അപ്പൊ ഇന്ത്യയിൽ സെറ്റിൽമെന്റ് രീതിയിലുള്ള ബാർഗെയിനിങ്ങുകളും പലപ്പോഴും കാണുന്നുണ്ട്. മൂന്നാമത്തെ ഒന്ന് കൺസെന്റ് അവാർഡാണ്. കൺസെന്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇരു കൂട്ടരും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് രണ്ടു കൂട്ടരും എവിടെ പോകുന്നു, കോടതിയിൽ പോയി കോടതി ഒരു തീരുമാനം പറയാണ്, ഇത്ര രൂപ മിനിമം കൂലി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് സെറ്റിൽമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? കോടതിയാണ്. കോടതി നിയമവും തീരുമാനം എടുത്തിട്ട് രണ്ടുപേരും അഗ്രിമെന്റ് ആ നിയമത്തിന് അനുകൂലമായിട്ട് വന്നാൽ നമ്മൾ അതിനെയാണ് കൺസെന്റ് എന്ന് പറയുന്നത്. അപ്പം മൂന്ന് രീതിയിലാണ് ഇന്ത്യയിൽ പലപ്പോഴും, ഒന്നെങ്കിൽ ഇരു കൂട്ടരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ മധ്യസ്ഥതയിൽ, പലപ്പോഴും മധ്യസ്ഥൻ ഒരു വലിയ പ്രാധാന്യമുണ്ട്, മധ്യസ്ഥതയിൽ രണ്ടു കൂട്ടരും ചർച്ചയിൽ തീരുമാനമെടുക്കാം, അല്ല എങ്കിൽ കോടതി വഴി നിയമം വഴി ഒരു തീരുമാനത്തിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പൊ അതിനെയാണ് ഇന്ത്യയിലെ മൂന്ന് രീതികൾ എന്ന രീതിയിൽ നമ്മൾ അത് പഠിച്ചു പോയത്. ഇനി ഇന്ത്യയിൽ ഈ ട്രേഡ് യൂണിയനുകളൊക്കെ പണ്ട് മുതലേ ഉള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന പദമല്ല എന്നതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത 2 സ്ലൈഡിൽ കുറേയേറെ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് കോമൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പണ്ട് മുതലേ ഉണ്ട്. ഇന്ത്യയിലെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ട്രേഡ് യൂണിയനുകൾ വേണം രാജ്യത്തിന്റെ അകത്ത്. ട്രേഡ് യൂണിയൻ സംഘടിക്കാനും തീരുമാനങ്ങളിനകത്ത് അവരെയും കൂടെ ഉൾപ്പെടുത്താനായിട്ടുമായിട്ട് ആർട്ടിക്കിൾ 19 ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ അവർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 43A കളക്റ്റീവ് ബാർഗെയിനിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയിൽ ഭരണഘടന എന്തിനനുകൂലമാണ്? കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് അനുകൂലമാണ്, ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 5 ഇയർ പ്ലാനിൽ പോലും വർക്കേഴ്സ് റൈറ്റ് ടു അസോസിയേഷനെ കുറിച്ച് പറയുന്നുണ്ട്. സംഘടിക്കാനായിട്ടുള്ള അവകാശം ആർക്കുണ്ട്? തൊഴിലാളികൾക്കുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ഇൻ 1947 വാസ് അമെൻഡഡ് ബൈ ദ സെറ്റിൽമെന്റ് ഓഫ് മ്യൂച്വൽ കൺസെന്റ്. കോടതിയിൽ പോയി കോടതി വഴിയായിട്ട് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാം എന്നുള്ള ഒരു നിയമ ഭേദഗതിയും കൂടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയുടെ കേസിൽ ട്രേഡ് യൂണിയനുകൾ ഇല്ലേ,
തൊട്ടാൽ യൂണിയനുകൾ വരും. ആ രീതിയിൽ അത്രത്തോളം ട്രേഡ് യൂണിയനുകൾ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ എന്തായാലും കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് വളരെ സ്ഥാനമുണ്ട് എന്നതാണ് ഈ പോയിന്റുകളൊക്കെ പറഞ്ഞു തരുന്നത്. നമ്മൾ തന്നെ കേട്ടിട്ടില്ലേ, എത്രയിടത്ത് ട്രേഡ് യൂണിയനുകൾ പ്രശ്നമുണ്ടാക്കി സ്ഥാപനം അടഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ തൊഴിലാളികൾ പണിമുടക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ നിത്യേന പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നതാണ്. അപ്പം ട്രേഡ് യൂണിയനുകൾക്ക് വലിയൊരു സ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ട്. ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് സ്ട്രൈക്സ് ആൻഡ് ലോക്കൌട്ട്സ് ഇൻ ദ കൺട്രി. സ്ട്രൈക്കുകൾ, ലോക്കൌട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ? മുതലാളിയെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഇറങ്ങി പോകുന്നതിനെയാണ് ലോക്കൌട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്നുണ്ട്. ഇൻ 1975 എ നാഷണൽ അപ്പെക്സ് ബോഡി വാസ് സെറ്റ് അപ്പ് ഫോർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻ പ്രൈവറ്റ് സെക്ടർ. അപ്പം പ്രൈവറ്റ് സെക്ടറിൽ ചിലപ്പോഴൊക്കെ ഈ ചർച്ചകൾ പലപ്പോഴും നടക്കുന്നില്ല എന്നതുള്ളത് കൊണ്ട് തന്നെ 1975 ഒരു ദേശീയ തലത്തിൽ ഒരു പ്രൈവറ്റ് മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്പെക്സ് ബോഡി, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡി 1975 ഇൻഡസ്ട്രിയൽ മേഖലയിൽ രൂപീകൃതമായി. അപ്പൊ എന്ന് വെച്ചാൽ പ്രൈവറ്റ് മേഖലയിലും ഇപ്പോൾ സംഘടിക്കാനായിട്ടുള്ള അവകാശങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ബാങ്കിങ് മേഖലയിലൊക്കെ ഒരുപാട് ബാങ്കിങ് യൂണിയനുകളെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അധ്യാപകരുടെ ഇടയിൽ യൂണിയനുകളുണ്ട്. അപ്പം ഇതെല്ലാം എന്താണ് പൊതുവെ ഇതിന്റെ എല്ലാം സ്വഭാവം? അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സംഘടിക്കുക എന്ന ഒരു രീതിയിലേക്കാണ് ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനങ്ങളും കളക്റ്റീവ് ബാർഗെയിനിങ്ങും ഒക്കെ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം പൊതുവെ നല്ലതാണ്. പക്ഷേ ചിലപ്പോൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ ട്രേഡ് യൂണിയനുകൾ പൊതുവെ രാജ്യത്തിന്റെ പുരോഗതിക്ക് പകരം അധോഗതിയിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് ഒന്ന്, വാട്ട് ഈസ് ട്രേഡ് യൂണിയനുകൾ മനസ്സിലാക്കണം, കളക്റ്റീവ് ബാർഗെയിനിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകളുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഇന്ത്യയിലെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ചരിത്രം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫീച്ചേഴ്സ് ഓഫ് എ കളക്റ്റീവ് ബാർഗെയിനിങ്, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കളക്റ്റീവ് ബാർഗെയിനിങ്. താങ്ക് യു.